ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതുതായി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്ത ദുബായിൽ നിന്ന് അപ്ലൈ ചെയ്ത ഒന്ന് രണ്ട് പേർക്ക് ഇപ്പം ജോലി കിട്ടിയിട്ട് അവർക്ക് ഡേറ്റ് വന്നു ഷിപ്പിലേക്ക് കയറാനുള്ള. കാർണിവലിലേക്കാണ് അവർ കയറാൻ പോകുന്നത്. അപ്പോൾ കാർണിവൽ ക്രൂസ് ലൈനിൽ ഇതുവരെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടവർ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വന്ന പോർട്ടിൽ കാർണിവലിന്റെ ഷിപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ മറ്റൊരു പോർട്ടിൽ വെച്ചിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആണ് ജോലി കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്തായാലും അത് പറയാനല്ല ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ കാണുക. കാരണം ഒരുപാട് വേക്കൻസി നിങ്ങൾ ചോദിച്ച എല്ലാ വേക്കൻസികളും, അതായത് മിക്കവാറും ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ ആ വേക്കൻസി ഇല്ല എന്നുള്ളതാണ് മിക്കവാറും പറയാറുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയല്ല, ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാ വേക്കൻസിയും ഉണ്ട്. അപ്പം തുടക്കം മുതലേ ഞാൻ പറയാം. ഒരുപാട് പേര് അക്കൗണ്ടന്റ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ അക്കൗണ്ടന്റിന്റെ വേക്കൻസി ആദ്യം മുതലേ ഞാൻ പറയാം. അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്, റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, അഡ്മിന്റെ വേക്കൻസി ഉണ്ട്, ബാർ മാനേജറിന്റെ വേക്കൻസി ഉണ്ട്, അസിസ്റ്റന്റ് ബാർ മാനേജറിന്റെ ഉണ്ട്, ബാർ വെയിറ്ററിന്റെ ഉണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനു മുമ്പ് ഇടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇതിന്റെയൊക്കെ ഇന്റർവ്യൂ എവിടെയാണ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർബോണിന്റെ അണ്ടറിലാണ് ഈ പൊസിഷൻസ് മൊത്തം ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്തിടാം. അവിടെ പൊസിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്തിടാം. അതിനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡിന്റെ, സെക്യൂരിറ്റി ഓഫീസറിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിസ് ചെയ്യാതെ കണ്ടോളൂ. ബാർ വെയിറ്ററിന്റെ വേക്കൻസി ഉണ്ട്, ബാർ ടെൻഡറിന്റെ വേക്കൻസി ഉണ്ട്. ബാറിലേക്കുള്ള ആദ്യം പറയാം. വൈൻ സ്റ്റീവേർഡിന്റെ വേക്കൻസി ഉണ്ട്, ബാർ യൂട്ടിലിറ്റിയുടെ വേക്കൻസി ഉണ്ട്. അതായത് ഏറ്റവും സ്റ്റാർട്ടിങ് ഒരു ബാറിലെ ജോബ് എന്ന് പറയുന്ന ബാർ യൂട്ടിലിറ്റി ആണ്. അതായത് അവിടുത്തെ ഗ്ലാസുകളും മറ്റും കഴുകുക, അവിടുത്തെ ഗ്ലാസുകളൊക്കെ എടുത്തു വെക്കുക, അവർക്ക് ബാറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ബാർ യൂട്ടിലിറ്റിയുടെ പണി. അപ്പോൾ ഏറ്റവും താഴെയുള്ള ബാർ യൂട്ടിലിറ്റി മുതൽ ഏറ്റവും മുകളിലുള്ള ബാർ മാനേജർ വരെയുള്ള എല്ലാ പൊസിഷനുകളും അവിടെയുണ്ട്. ഇനി കസിനോയിലേക്കുള്ള ഒരുപാട് പൊസിഷനുകളുണ്ട്. കസിനോ അറ്റൻഡന്റ്, കസിനോ ഡീലർ, അങ്ങനെയുള്ള കസിനോയുടെ കുറെ പൊസിഷനുകളുണ്ട്. ഇനി ഡെക്കിലേക്കുള്ള ഒരുപാട് പൊസിഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോകാം. കാരണം നമ്മുടെ നോർമലി ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് 9 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെയാണ് മാക്സിമം. അപ്പം അതിൽ നിർത്തണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചീഫ് ഓഫീസറിന്റെ വേക്കൻസി ഉണ്ട്, ക്യാപ്റ്റന്റെ വേക്കൻസി ഉണ്ട്, സെക്കൻഡ് ഓഫീസറിന്റെ വേക്കൻസി ഉണ്ട്, തേർഡ് ഓഫീസറിന്റെ ഉണ്ട്, എൻവയോൺമെന്റൽ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ, ബോസിന്റെ വേക്കൻസി ഉണ്ട്, ഏബിൾ സീമാന്റെ വേക്കൻസി ഉണ്ട്, എബി സീമാൻ, ഏബിൾ ബോഡി സീമാൻ എന്ന് പറയും. പിന്നെ ക്വാർട്ടർ മാസ്റ്ററിന്റെ വേക്കൻസി ഉണ്ട്, ഓർഡിനറി സീമാൻ ഉണ്ട്, കാർപ്പന്റർ ഉണ്ട്, ഡെക്ക് ഫിറ്ററിന്റെ ഉണ്ട്, ഡെക്ക് സ്റ്റോർ കീപ്പറിന്റെ ഉണ്ട്, ഫയർമാന്റെ ഉണ്ട്. ഫയർമാൻ്റെ ഇന്ന് രാവിലെയും കൂടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് എങ്ങനെയെങ്കിലും തേടിയിട്ട് ഞാൻ അദ്ദേഹത്തിനെ അറിയിക്കാം. ഫയർമാൻ്റെ വേക്കൻസി ഇന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗാർബേജ് ഹാൻഡ്ലർ, അതായത് ഷിപ്പിലുള്ള നമ്മുടെ വേസ്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ഒരു ദിവസം ഷിപ്പിൽ എത്രയാണ് വേസ്റ്റ് വരിക എന്ന് വെച്ചാൽ ഒരുപാട് വേസ്റ്റ് വരും. ഫുഡ് വേസ്റ്റ് മുതൽ ബാക്കിയുള്ള എല്ലാം. ഫുഡ് വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് ടീമാണ് ഹാൻഡിൽ ചെയ്യാറ് നോർമലി. പിന്നെ ബാക്കിയുള്ള വേസ്റ്റുകൾ, അതായത് ബാറിലൊക്കെ വരുന്ന ഒരുപാട് കുപ്പികളും മെറ്റലുകളും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഗാർബേജ് ഹാൻഡ്ലർ. ഇന്റേണൽ പെയിന്ററിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് എനിക്ക് വരാത്ത ദിവസമല്ല ചോദ്യം. അപ്പൊ ഇന്റീരിയൽ പെയിന്റർ, ഓക്കെ, സോറി, ഇന്റേണൽ അല്ല, ഇന്റീരിയൽ പെയിന്റർ. ഓക്കെ, ഇന്റീരിയൽ പെയിന്ററിന്റെ വേക്കൻസി ഉണ്ട്. ലൈഫ് ഗാർഡിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് മിക്കവാറും ആൾ ചോദിക്കുന്നുണ്ട്. ലൈഫ് ഗാർഡിന്റെ വേക്കൻസി ഉണ്ട്. സെക്യൂരിറ്റിയുടെ വേക്കൻസി ഉണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇനി അപ്പോൾസ്റ്ററിന്റെ വേക്കൻസി ഉണ്ട്. ഡെക്ക് യൂട്ടിലിറ്റിയുടെ വേക്കൻസി ഉണ്ട്. ഡെക്കിലെ ഏറ്റവും താഴ്ന്ന പൊസിഷനാണ് ഡെക്ക് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് ഈ GP റേറ്റിംഗ് കഴിഞ്ഞവർക്കൊക്കെ കൊടുക്കാം കേട്ടോ. GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന പാർട്ടിയൊക്കെ ഒരുപാടുണ്ട്, അവർ കൊടുത്തോളൂ ഡെക്ക് യൂട്ടിലിറ്റിയിലേക്ക്. ഹോട്ടൽ മെയിൻ്റനൻസിന്റെ ഉണ്ട്, ചീഫ് എഞ്ചിനീയറിന്റെ. അപ്പം എഞ്ചിൻ സെക്ഷനിലേക്ക് വന്ന് ചീഫ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്, ഫസ്റ്റ് എഞ്ചിനീയറിന്റെ ഉണ്ട്, സെക്കൻഡ് എഞ്ചിനീയറിന്റെ ഉണ്ട്. അപ്പൊ നീട്ടിക്കൊണ്ടുപോകുന്ന പുറപ്പെടെ പറയുകയാണ്, പെട്ടെന്ന് കേട്ട് പോയിക്കോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇതിനെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ കാണുക. കണ്ടിന്യൂ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് എഞ്ചിനീയർ, തേർഡ് ആൻഡ് ഫോർത്ത് എഞ്ചിനീയർ, ETOയുടെ വേക്കൻസി ഉണ്ട്, ഇലക്ട്രീഷ്യന്റെ വേക്കൻസി ഉണ്ട്, അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ഉണ്ട്, എഞ്ചിൻ ഫിറ്റർ ഉണ്ട്, എഞ്ചിൻ സ്റ്റോർ കീപ്പർ ഉണ്ട്, HVAC റിപ്പയർമെന്റ് ഉണ്ട്, പ്ലംബറിന്റെ ഉണ്ട്, മോട്ടർമാൻ ഉണ്ട്, ഷിപ്പ് മെയിൻ്റനൻസ്, ഷിപ്പ് റിപ്പയർമാൻ, പൂൾ ഓപ്പറേറ്റർ, വൈപ്പർ, സ്റ്റേജ് മാനേജർ,
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അറ്റൻഡന്റ്, എക്സിക്യൂട്ടീവ് ഷെഫ്, ഒരുപാട്, സൗണ്ട് ആൻഡ് ലൈറ്റ്, ജനറൽ ടെക്നീഷ്യൻ, എന്റർടൈൻമെന്റ് ഹോസ്റ്റ്, ക്രൂസ് സ്റ്റാഫ്, സ്റ്റേജ് മാനേജർ, വൈപ്പർ, വീഡിയോ ടെക്നീഷ്യൻ, അട്രാക്ഷൻ ഹോസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട്. അത് മൊത്തം വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഇപ്പൊ തന്നെ 5-6 മിനിറ്റ് ആയി. അപ്പം എന്തായാലും ഞാൻ തുടർന്ന് കാണുക. തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാതെ ആരും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ജോബ് തരില്ല. എന്തായാലും തുടർന്ന് കാണുക. അപ്പോൾ നമ്മുടെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആകുക. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ കരിയർ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. വ്യൂ ജോബ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജോബ് അവിടെ ഉള്ളത് എന്നുള്ളത് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ താഴേക്ക് പോവുക. അപ്ലൈ എന്നുള്ളതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് സെലക്ട് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾക്ക് വേണേൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് വേണേൽ പോകാം. ഇല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വ്യൂ ലോഡ് മോർ എന്നുള്ളത് കാണാം. ലോഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ടന്റിന്റെ വന്നിട്ടുണ്ട്. അക്കൗണ്ടന്റിന്റെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട, ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറയാം. ഇവിടെ പോവുക, എന്നിട്ട് താഴെ ഇതെല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ആപ്ലിക്കേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ എന്ന് പറയുന്നിടത്തേക്ക് പോവുക. ലോഗിൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ കാണുന്ന റിസപ്ഷനിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ബാർ മാനേജർ, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പൊസിഷനുകളാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്നത് നിങ്ങൾക്ക് കണ്ടു തന്നെ പോകാം. താഴേക്ക് പോകാം. ലോഡ് മോറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ, ഞാൻ പറയാത്തത് ഒരുപാടുണ്ട്. പറഞ്ഞത് പകുതിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളത് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണ്ട എന്ന് കണക്കൂട്ടിയിട്ടാണ് ഞാനിത് അന്നേരം നീട്ടി പറയാതിരുന്നത്. ഒരുപാട് ഞാൻ പറയാത്ത പൊസിഷനുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പോവുക. ഇതേപോലെ പോയതിനു ശേഷം നിങ്ങൾക്ക് താഴേക്ക് നിങ്ങളുടെ പൊസിഷൻ എത്തുന്നവരെ നോക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അവിടെ മുകളിൽ തന്നെ അടിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് അടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സെക്യൂരിറ്റി ഗാർഡിന്റെ വരെ വേക്കൻസി ഉണ്ട്. സെക്യൂരിറ്റി ഗാർഡ്, ലൈഫ് ഗാർഡിന്റെ ഒക്കെ. സെക്യൂരിറ്റി ഗാർഡിന്റെ വേക്കൻസി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും പറഞ്ഞു. പലപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ്. ഏറ്റവും കുറവ് പൊസിഷനുകൾ വരാറുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഏറ്റവും കുറവ് പൊസിഷനുകൾ വരുന്നതാണ്. അവിടെ കയറാൻ ഇഷ്ടംപോലെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ എന്തായാലും വീണ്ടും താഴേക്ക് വരിക. നിങ്ങളുടെ പൊസിഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം സമയം വേസ്റ്റ് ഒന്ന്, പിന്നെ നമ്മുടെ വീഡിയോ അങ്ങ് നീണ്ടു പോവുകയാണ്, ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം നീട്ടാതെ തന്നെ നമുക്കിതിനെ ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഏതെങ്കിലും ഒരു പൊസിഷൻ പോവാം. ഓക്കെ, സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ള പൊസിഷൻ തന്നെ നമുക്ക് പോവാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നുള്ള. സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എനിക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. കാരണം ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഞാനിത് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ള, മുമ്പേ ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെ വരും. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള താഴേക്ക് വരും. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. മിസ്റ്റർ ആണോ മിസ്സസ് ആണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവനവൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ചെയ്യുക. നമ്മൾ ഏത് പൊസിഷനാണ് കൊടുക്കുന്നത് എന്നുള്ളത് അവിടെ കൊടുക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ ഏതാണ് എന്നുള്ളത്. അതിനുശേഷം താഴേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരിക. വലിയ റിസ്ക് ഉള്ള ഒരു കാര്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. ഇത്ര കാര്യം നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി സേവ് ആയി. അപ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വരും, എന്ന പോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.